الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. മനുഷ്യാവകാശ ദിനാചരണവും ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കാണുമ്പോൾ ഭൂമുഖത്ത് മനുഷ്യാവകാശത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം, ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ജീവിതവും ജീവിത സന്ദേശവും അനുസ്മരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഒത്തുവന്ന സന്ദർഭത്തിൽ ഖുതുബയുടെ പ്രതിപാദന വിഷയം കഴിഞ്ഞ ആഴ്ച നാം ശ്രമിച്ചതുപോലെ ഇസ്ലാമിൻ്റെ മനുഷ്യാവകാശ കാഴ്ചപ്പാടുകളാണ്. മനുഷ്യാവകാശത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഭൂമുഖത്ത് മഹാരഥന്മാരായ പ്രവാചകന്മാരായിരുന്നു അലൈഹിമുസ്സലാം. അവരെ പിൻപറ്റി ആ മാർഗ്ഗെ എഴുന്നേറ്റ് നിന്ന കർമ്മോത്സുകരായ ആദർശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഒത്തുചേർന്ന വിശ്വാസി സമൂഹവും. മനുഷ്യാവകാശം എന്ന പ്രയോഗം കഴിഞ്ഞ ഏതോ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രയാണത്തിൽ എവിടെയോ ഉദയം കൊണ്ട ഒരു പുതിയ ആശയമായിട്ടല്ല, മറിച്ച് ഭൂമുഖത്ത് കടന്നു വന്ന ആദ്യത്തെ പ്രവാചകൻ അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാരിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും അവകാശങ്ങളായി അംഗീകരിച്ചു കൊടുക്കുകയും അവകാശ ലംഘനങ്ങൾക്കെതിരെ സമരമുഖങ്ങൾ തുറന്നു വെക്കുകയും ചെയ്ത കൃത്യമായ ചരിത്രമുള്ള ഒരു വലിയ വസ്തുതയാണ്.
ആ അടിസ്ഥാനത്തിൽ വേണം ഈ വിഷയത്തെ നോക്കിക്കാണാൻ. ജനിച്ച എല്ലാവർക്കും മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ മൂല്യം. കഴിഞ്ഞ ഖുതുബ ഈ വിഷയകമായിട്ടായിരുന്നു എന്ന് മാന്യശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും. ജനിച്ച എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ജീവൻ ഹനിക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഇസ്ലാം അംഗീകരിക്കില്ല. അത് ഭൂമിയിൽ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യം നടന്ന കൊലപാതകം, ഖാബീൽ ഹാബീലിനെ കൊന്ന ചരിത്രം വളരെ കൃത്യമായി എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമായിരിക്കെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ പച്ചയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിന്റെ തുടർച്ചയിൽ മാനവർക്ക് ഇങ്ങനെ ഒരു ഉത്ബോധനം നൽകുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ അന്യായമായി കൊന്നാൽ അവൻ ചെയ്തത് മനുഷ്യകുലത്തെ ഒന്നടങ്കം കൊല്ലുന്ന വലിയ പാതകമാണ്. കൊലയിലേക്ക് നയിക്കുന്ന കുഴപ്പങ്ങൾ ഇളക്കിവിട്ടാൽ കുഴപ്പങ്ങൾക്ക് കാരണക്കാരനാവുന്നവരും ഇങ്ങനെ തന്നെ. ശാന്ത സുന്ദരമായ ഒരു ക്രമത്തിനകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്ന ഏതൊരാളും വമൻ അഹ്യാഹ കഅന്നമാ അഹ്യന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുന്ന ഉദാത്തമായ പ്രവർത്തനം ചെയ്തവനാണ്. അത്രയും കൃത്യമായി കൊലയെ ഇസ്ലാം ഇതിവൃത്തമാക്കിക്കൊണ്ട് അത്തരമൊരു ദുരന്തം, കടുത്ത മനുഷ്യാവകാശ ലംഘനം ഭൂമുഖത്ത് നടക്കാൻ പാടില്ല എന്ന് ഉത്ബോധിപ്പിച്ചു. അതിന്റെ തുടർച്ചയിൽ ആത്മഹത്യയെയും ഇങ്ങനെയുള്ള മനുഷ്യ ജീവനെ ഹനിക്കുന്ന പ്രവർത്തനമായി പഠിപ്പിച്ചു. ദയാവധം പോലും ന്യായീകരിക്കാൻ കഴിയാത്ത പാപമാണെന്ന് ഇസ്ലാം കൃത്യമായി ഉത്ബോധിപ്പിച്ചു. ഇത്രയും വശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടത്. അതിന്റെ തുടർച്ചയിൽ ആണിനും പെണ്ണിനും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന്, പെണ്ണിന് ജനിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലോകരെ ഉണർത്തി. ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്ന കാലത്ത് ഹബീബിന്റെ സദസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഇരിക്കെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, തനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് പൊന്നോമനത്വം തുളുമ്പുന്ന തന്റെ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയ സംഭവത്തെ അനുസ്മരിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞു: പ്രവാചകരെ, അങ്ങനെ ഓടിച്ചാടി കൊഞ്ചിക്കുഴഞ്ഞു നടക്കുന്ന പ്രായത്തിലെ ആ പെൺകുഞ്ഞിന്റെ കയ്യും പിടിച്ച് അവസാനം ഈ മനുഷ്യൻ മരുപ്പറമ്പിന്റെ വിജനതയിലേക്ക്, വന്യതയിലേക്ക് നടന്നു. തന്റെ കയ്യിലെ മൺവെട്ടി കൊണ്ട് തുടരെ മണ്ണ് മാന്തി കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ കുഞ്ഞ് നന്നായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്ന പിതാവിന്റെ താടിരോമങ്ങളിൽ മണൽത്തരികൾ തെറിച്ച് തങ്ങി നിന്നപ്പോൾ പിതാവിന്റെ എളിയിൽ തൂങ്ങി നിന്ന് തന്റെ കുഞ്ഞു കരം കൊണ്ട് ആ താടിരോമത്തിലെ മണൽത്തരികളെ ഈ കുഞ്ഞ് തട്ടിമാറ്റി കൊടുത്തു. പക്ഷെ അതൊന്നും ആ പിതാവിന്റെ മനസ്സിനെ സ്വാധീനിച്ചില്ല. കുഴി പൂർത്തിയായപ്പോൾ ഈ കുഞ്ഞിനെ ഒരു വർദ്ധിതമായ ആവേശത്തോടെ കുഴിയിലേക്ക് എടുത്തെറിഞ്ഞ് വാവിട്ട് കരയുന്ന കുഞ്ഞിന്റെ വായിലേക്ക് ആ മനുഷ്യൻ മണല് കോരി ഒഴിച്ചു. തുടരെ മണ്ണ് വെട്ടി കുഴി മൂടിയിട്ട് ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹബീബിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. വിശുദ്ധ ഖുർആൻ അവിടെ ഇങ്ങനെ അവതരിച്ചു: വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ പെൺകുഞ്ഞ് നാളെ തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. പൊന്നെ, എന്തിന്റെ പേരിലാണ് നീ ഇவ்விதം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് എന്ന് ആ കുഞ്ഞിനോട് ചോദിക്കും. അതിന് കാരണക്കാരായ മാതാപിതാക്കളും അതിന് കാരണക്കാരായ ഈ വ്യവസ്ഥിതിയും ആ വ്യവസ്ഥയുടെ നടത്തിപ്പുകാരും തമ്പുരാന്റെ മുമ്പിൽ പ്രതികളായി തീരും. കടുത്ത ശിക്ഷ നാഥൻ അവർക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ജീവിക്കാനുള്ള അവകാശം പെണ്ണിന് നേടിക്കൊടുത്ത മതമാണ് ഇസ്ലാം. അത്രയും കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് എതിരെ എഴുന്നേറ്റുന്ന ഒരു ദർശനം ഇന്ന് നമ്മുടെ കോൺക്രീറ്റ് കാടുകളായ
ആശുപത്രി കെട്ടിടങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജനിക്കാനുള്ള അവകാശം പോലും ലഭ്യമാകാതെ ഒരുപാട് പെൺഭ്രൂണങ്ങൾ ചതച്ചരക്കപ്പെടുന്നു, കീറി മുറിച്ചെടുക്കപ്പെടുന്നു, കഷ്ണിച്ച് മാറ്റിയെടുക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഒരു വേള 5 നേരം നമസ്കരിക്കുന്നവനും തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വളർന്ന ഈ ഭ്രൂണം പെണ്ണായതുകൊണ്ട് ഈ പണി ചെയ്തിട്ടുണ്ടാവാം. ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ കാലത്താണ് ഈ വിശുദ്ധ വേദവാക്യം വായിച്ചുകൊണ്ടും പാരായണം ചെയ്തും ഇത്തരം ദുരന്തത്തിനോട് ഒരു പ്രതികരണ ശേഷിയുമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ അറിയണം, മനുഷ്യാവകാശ ലംഘനം ഒരു ദിനാചരണത്തിന്റെ പകിട്ടിൽ ഒതുങ്ങേണ്ടതല്ല. അതൊരു ആദർശ സമൂഹത്തിന്റെ ദൗത്യമായി മാറേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരുണ്യം വച്ചിപ്പോയ ഒരു കാലമാണിത്. ഹൃദയമുള്ള മനുഷ്യന്റെ ഹൃദയമില്ലായ്മയുടെ കാലം. അതുകൊണ്ട് പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ വലിയ വലിയ പീഡനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ചുരുളഴിക്കപ്പെടുന്നത്. അത് കേരളത്തിലെ സൗമ്യാവധം സംഭവിക്കുമ്പോൾ ഒരു ഉണർവിൽ ചർച്ചയാകും. അങ്ങകല ഡൽഹിയിൽ കുറെ കശ്മലന്മാർ ഒരു പെൺകുഞ്ഞിനെ പിച്ചു ചീന്തിയാൽ അപ്പോഴും ചർച്ച വരും. പ്ലക്കാർഡുകൾ പൊങ്ങും, മെഴുകുതിരികൾ കത്തും, ഒരുപാട് വർത്തമാനങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്ത് ഇടപെടലുകൾ ഉണ്ടാവില്ല. നിയമങ്ങൾ ഉണ്ടായിരുന്നാലും നടപ്പാക്കാൻ ഇവിടെ ആളുകളില്ല. നടപ്പാക്കേണ്ടവർക്ക് ഈ ധർമ്മബോധവുമില്ല. എന്നാൽ ശക്തമായി ഇടപെട്ട് നടത്തണം എന്ന തിരിച്ചറിവ് ഇസ്ലാമിന്റെ ആളുകൾക്ക് പോലും ഉണ്ടാവാറില്ല. അത്രയും ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീത്വത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ച ഒരു പ്രവാചകൻ കടന്നു വന്ന കാലമെന്നും ആ പ്രവാചകന്റെ ജന്മദിനത്തെ അനുസ്മരിക്കാൻ വെമ്പൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട മുഖം എന്താണ് നിർണയിക്കേണ്ടത് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും വിനയപുരസരം നമ്മൾ തിരിച്ചറിയുക. ദാരിദ്ര്യം ഭയന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെയും യഥാർത്ഥത്തിൽ പെണ്ണിനെ തന്നെയാണ് ഇസ്ലാം മുമ്പിൽ വെക്കുന്നത്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല നടക്കുന്നു എങ്കിൽ, ശിശുഹത്യ നടക്കുന്നു എങ്കിൽ ഹനിക്കപ്പെടുന്നത് പെൺകുഞ്ഞുങ്ങളാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു, സൂറ അൽ ഇസ്രായിലെ 31-ാമത് സൂക്തം, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്, സാമ്പത്തിക പ്രതിസന്ധി, കെട്ടിച്ചയക്കാൻ പണമില്ലായ്മ, അങ്ങനെയും കൂടി ചേർത്ത് പറയണം ഈ പുതിയ കാലഘട്ടത്തിൽ. അത് ഭയന്നിട്ട് നിങ്ങൾ കൊന്നുകളയരുത്. വലാ തഖ്തുലൂ, നിങ്ങൾ ഹനിക്കരുത്, നിങ്ങൾ കൊല്ലരുത്. ഔലാദക്കും, നിങ്ങളെ സ്വന്തം സന്താനങ്ങളെ, ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നിട്ട്. നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നാമാണ് നൽകുന്നത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഈ കൊലയുണ്ടല്ലോ ഏറ്റവും കടുത്ത പാപമാണ്. അതൊരു നിസ്സാരമായ സംഗതിയല്ല. അത് നിങ്ങളുടെ ആസൂത്രണത്തിന്റെ മികവല്ല. നിങ്ങൾ എത്ര വാദിച്ചാലും ശരി, അത് ആസൂത്രണമേ അല്ല. അത് നിങ്ങളുടെ ക്രൗര്യത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. നിങ്ങൾ എത്രമേൽ ക്രൂരന്മാരാണെന്ന് ഒന്നിച്ച് കൂട്ടായി നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് എന്നാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. നിശ്ചയം ഈ കൊലപാതകം ഏറ്റവും വലിയ പാപമാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് വളർത്താൻ, പഠിപ്പിക്കാൻ, അങ്ങനെ വിവാഹം ചെയ്യിച്ചയക്കാൻ വലിയ ബാധ്യതയായി മാറുന്ന ഒരു അവസ്ഥയിൽ പെണ്ണിന്റെ ജീവിതത്തെ കാണാൻ തുടങ്ങിയപ്പോൾ ശിശുഹത്യ, പെൺഭ്രൂണഹത്യ യഥാർത്ഥത്തിൽ വലിയ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒന്നായി, അത് പാപമായി മനുഷ്യ മനസ്സിൽ അസ്കത സൃഷ്ടിക്കാത്ത ഒന്നായി നമുക്കിടയിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദുരന്തം യഥാർത്ഥത്തിൽ തന്നെ കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ടാണ്. ജനിച്ച എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ജനിക്കാൻ അവകാശമുള്ളതുപോലെ ജീവിക്കാനും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മനുഷ്യാവകാശത്തിന്റെ മുഖം നിർണയിച്ച വശത്തിൽ ഇതിന്റെ ഊന്നലുകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കാറുണ്ട്. വ്യക്തികൾ മാത്രമല്ല, കുടുംബങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിൽ സന്താന ഹത്യ നടത്താറുള്ളത്. രാഷ്ട്രങ്ങളും അത് മിഷനായി ഏറ്റെടുക്കാറുണ്ട്. കാരണം മക്കൾ ഉണ്ടാകുന്നത് ചിലവായി, അത് വലിയ അളവിൽ വിഭവങ്ങളുടെ ശോഷണത്തിനും വിഭവ കമ്മിക്കും അവരെ യഥാർത്ഥത്തിൽ അക്കമഡേറ്റ് ചെയ്യാൻ, അധിവസിപ്പിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തിക്കകത്ത് സ്ഥലം ചുരുങ്ങിപ്പോകുന്നതിന്റെ പേര് പറഞ്ഞും
ജോലിയുടെയും എല്ലാവർക്കും തൊഴിൽ ലഭ്യമാവുക എന്ന മനുഷ്യാവകാശത്തിന്റെ ഭാഗമായി നാം തന്നെ അംഗീകരിക്കുന്ന അത്തരം ഒരു മൂല്യം നടപ്പാകാതെ പോകും എന്നതിന്റെ ന്യായത്തിന്റെ പേരിലുമൊക്കെ ശിശുഹത്യയെ അല്ലെങ്കിൽ സന്താനഹത്യയെ അല്ലെങ്കിൽ സന്താന സൗഭാഗ്യത്തിനെ ലിമിറ്റ് വെച്ചുകൊണ്ട് ഇടപെടുന്ന രീതിശാസ്ത്രം പരിഷ്കരണ ലോകത്തും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന വികസിത ലോകത്തും വികസന ലോകത്തും ഒരുപോലെ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം നടത്തിപ്പുകാരോടുകൂടിയ വർത്തമാനമാണ്, നിങ്ങൾ ഈ കൊലപാതകം നടത്തരുത്, ഒരു തലമുറയെ നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കരുത്, എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ നാം നൽകുന്നുണ്ട്, ഭൂമിയിൽ എല്ലാവർക്കും വേണ്ട വിഭവങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യനും വേണ്ട വിഭവം ഇവിടെ ഉണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ വിഭവങ്ങളുടെ പങ്കുവെപ്പ് നീതിയുടെ അടിസ്ഥാനത്തിലല്ല. വിഭവങ്ങളുടെ പങ്കുവെപ്പ് കൃത്യമായിട്ട് നടക്കുന്നില്ല. വിഭവങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ച് കിട്ടുന്ന രീതിയില്ല. ഉള്ളവന്റെ കയ്യിൽ കുന്നുകൂടി കിടക്കുന്നു, ഉള്ളവൻ പിന്നെയും കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ 15 തലമുറക്ക് വേണ്ടത് കൈവശം വെക്കുന്നു. ഇല്ലാത്തവന് ഭാഗിച്ചു കൊടുക്കുന്ന നീതിബോധം ഇല്ലാതെ പോയതാണ് ദുരന്തം എന്ന് കൃത്യമായി പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, അവർക്കും നിങ്ങൾക്കും വേണ്ടത് നാം നൽകുന്നുണ്ട്, നമുക്കത് നൽകാൻ കഴിയും. നാമാണ് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളല്ല ഒരു മണി ധാന്യം മുളപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ശേഷിയും കഴിവും തൊഴിലിന്റെ മേഖലയിൽ നിങ്ങൾ വ്യയം ചെയ്യുന്ന നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവും എല്ലാം നൽകിയത് നാമാണ്. അത് നൽകിയ തമ്പുരാന് നൽകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ തലമുറകളെ കൊല്ലല്ല. ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറ, ഈ കൊലപാതകം ഏറ്റവും വലിയ പാപമാണെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ മനുഷ്യന് മുമ്പിൽ വെക്കുന്ന വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കാനും ഈ ക്രൗര്യത്തെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യപ്പറ്റിന്റെ കാരുണ്യത്തിന്റെ തെളിമയാർന്ന വശത്തെ പ്രകാശിപ്പിച്ച് കാണിക്കാനും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയുക. ഇങ്ങനെയുള്ള സകല ജീവഹാനിയെയും സകല കൊലപാതകത്തെയും ജീവിക്കാനുള്ള അവകാശ ലംഘനത്തെയും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സവിസ്തരം തിരുവചനങ്ങളിൽ ധാരാളമായിട്ട് ഈ വിഷയത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്. ജീവഹാനിയെ ന്യായത്തിന് വേണ്ടി പോലും അംഗീകരിച്ചില്ല ഇസ്ലാം. പക്ഷെ നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വരും എന്നാണ്. അഥവാ സിവിൽ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയായി വധശിക്ഷയെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അത്തരം ചില വധശിക്ഷ യഥാർത്ഥത്തിൽ ഈ കക്ഷി വധിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവരുടെ മനസ്സിനെ തപിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഒരു പകരമല്ല. പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇഹലോകത്ത് അതെങ്കിലും നടക്കണം. കാരണം ഈ ക്രൂരത ഇനി ഉണ്ടാകാൻ പാടില്ല. ഒരു പെൺകുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് മിനിറ്റുകളോളവും മണിക്കൂറുകളോളം പീഡിപ്പിച്ച് വെന്റിലേറ്ററിൽ അടക്കപ്പെടാൻ മാത്രം ജീവച്ഛവമാക്കി ഈ ദുഷ്പ്രവൃത്തി ചെയ്ത ആളുകൾ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഈ പ്രവണത ഇനിയും വളരുമെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്കറിയില്ലേ? അതുകൊണ്ട് കടുത്ത ശിക്ഷ അത്തരം കുറ്റങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം വിധിച്ചത്. അതിന്റെ ഭാഗമാണ് പ്രതിക്രിയ, ഖിസാസിന്റെ ഭാഗമായി വധശിക്ഷയെ ഇസ്ലാം അംഗീകരിച്ചത്. അതുപോലും പൂർണ്ണമായ നീതിയല്ല. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരാളെ വധിച്ചു എന്ന് വെക്കുക, വധിക്കപ്പെട്ടവൻ പിടികൂടപ്പെട്ടു എന്ന് വെക്കുക, അവൻ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു എന്ന് നാം അങ്ങനെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരുടെയും ഇടപെടലില്ലാതെ നീതിപൂർവ്വം നടന്നു എന്ന് സങ്കല്പിക്കുക. വാദിയും പ്രതിയും, വാദിപക്ഷവും പ്രതിപക്ഷവും വക്കീലുമാരും ഹാജരായി സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും തെളിവിന്റെ ബലപരിശോധനയും നടന്ന് ഒടുവിൽ നീതിമാനായ ജഡ്ജി വധശിക്ഷ വിധിച്ചു എന്ന് വെക്കുക. അങ്ങനെ ഗവൺമെന്റിന്റെ ആരാച്ചാർ ആ വധം നടപ്പാക്കി കഴിഞ്ഞാൽ പോലും അത് പൂർണ്ണമായ നീതിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ ഈ കുറ്റവാളിയെ ഹനിച്ച ഈ ഹനനം, ഈ കുറ്റവാളിയെ വധിച്ച ഈ വധം, അതുപോലും പൂർണ്ണമായും വധിക്കപ്പെട്ടവന് പകരവും അവന്റെ ആളുകൾക്കും നീതി കിട്ടുന്ന പൂർണ്ണമായ പ്രവർത്തനമല്ല. അത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇവിടെ അന്യായം വർദ്ധിക്കും, കുറ്റങ്ങൾ വർദ്ധിക്കും, കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്രയെത്ര പെൺകുഞ്ഞുങ്ങളാണ് വലിച്ചു ചെയ്തപ്പെട്ടത്? എത്ര ദിനമാണ് നമ്മൾ വാർത്തകൾ വായിച്ചത്? ത്രസിപ്പിക്കുന്ന ആ വർത്തമാനങ്ങളെ, ആ പെൺകുഞ്ഞിനെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ കൊന്ന ആ രംഗം കണ്ടു നിന്നവനെ പോലെ പത്രക്കാരൻ എഴുതുമ്പോൾ അത് വായിക്കാനല്ലാതെ അതിനപ്പുറത്ത് ഇനി ഒരു പെൺകുഞ്ഞിനും ഈ ഗതി വരാൻ പാടില്ല എന്ന ചിന്തയിൽ ഉറച്ച് തീരുമാനമെടുക്കാൻ എന്തേ മേലധികാരികൾക്ക് കഴിയാതെ പോയത്? എന്തേ ജീവിക്കുന്ന പൗരന്മാർക്ക് കഴിയാതെ പോയത് എന്ന് ചിന്തിക്കുന്നിടത്താണ് കൃത്യമായ ശിക്ഷാവിധികൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ കാരണമാകും. ബോധവൽക്കരണമാണ് മർമ്മം.
ബോധവൽക്കരണത്തിലൂടെയാണ് മനുഷ്യനെ ഇങ്ങോട്ട് നയിക്കേണ്ടത്. പക്ഷേ മനുഷ്യനെ ബോധവൽക്കരണം കൊണ്ട് മാത്രം സകല മനുഷ്യനെയും മാറ്റിയെടുക്കാൻ കഴിയില്ല. ക്രൂര മനസ്സുകൾ ഉണ്ട്, ജന്തുതക്ക് മേൽക്കൈയുള്ള മനസ്സുകളുണ്ട്, ഒരു സംശയവും വേണ്ട. ജന്തുത വാണരുളുന്ന ഇരുകാലി മൃഗങ്ങളുണ്ടെന്ന യാഥാർത്ഥ്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇസ്ലാം അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാം പറഞ്ഞു, ബോധവൽക്കരണം കൊണ്ട് മാത്രം ഒരു പ്രശ്നം ഇല്ലാതാവില്ല. നിയമവും വേണം, കുറ്റവും ശിക്ഷയും വേണം. കുറ്റവും ശിക്ഷയും കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല, കൃത്യമായ ബോധവൽക്കരണവും വേണം. അടിയുറച്ച വിശ്വാസം മനുഷ്യനിൽ പരക്കണം. അങ്ങനെ തന്റെ കർമ്മങ്ങൾക്ക് അള്ളാഹ് മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ചിന്ത അവനെ നിരന്തരം വേട്ടയാടണം. അതുകൊണ്ട് അവന്റെ കർമ്മങ്ങളെ യഥാവിധി കണക്കാക്കിയിട്ട് അവനിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന, അവനിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കർമ്മങ്ങളെ നിജപ്പെടുത്തി ശരിയുടെ വഴിയെ നയിക്കാൻ അവന് കഴിയണം. അത്രയും അവന് സ്വയം നിയന്ത്രണം സാധ്യമാകണം. അവനെ നിയന്ത്രിക്കാൻ കഴിയണം. അതിന് പറ്റുന്ന വിശ്വാസം, അതിന് പറ്റുന്ന ബോധവൽക്കരണം അത് കൃത്യമായിട്ട് നടക്കണം. പക്ഷെ അത് നടക്കുമ്പോഴും ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സുകൾ, പൈശാചികതയുടെ വിളയാട്ട ഭൂമികയായി മനസ്സുകൾ മാറ്റപ്പെട്ട, ജന്തുതക്ക് കീഴ്പ്പെട്ടു പോയവർ, അല്ല ജന്തുക്കളെ പോലും നാണിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് കടുത്ത ശിക്ഷയും നൽകണം. ഇങ്ങനെ ഒരു ക്രമത്തെ ഇസ്ലാം വളരെ വ്യക്തമായി മുമ്പിൽ വെച്ചു. അങ്ങനെ ആ ശിക്ഷ നടക്കുമ്പോൾ പോലും അത് പൂർണ്ണമായ നീതിയല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ പൂർണ്ണമായ നീതി ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, പൂർണ്ണമായ നീതി അത് മുഖേന സംഭവിക്കില്ല എന്നതിനാൽ പരലോകത്തും നാം കൊടുക്കും, ബാക്കി അവർക്ക് അവിടെയും കൊടുക്കുന്നതാണ്. കാരണം ഈ അവകാശ ലംഘനം അള്ളാഹ് പൊറുക്കില്ല. ഈ അവകാശ ലംഘനം അള്ളാഹ് പൊറുക്കില്ല. അതുകൊണ്ട് അവർക്ക് പരലോകത്തും ശിക്ഷ കൊടുക്കും എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. വധിക്കപ്പെട്ട ഒരാളെ വധിച്ചവൻ, ആ വധിക്കപ്പെട്ട വ്യക്തിയുടെ ഘാതകൻ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം, അവൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം, ആ വധിക്കപ്പെട്ട ഈ വ്യക്തിയുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടില്ല, മാതാപിതാക്കൾക്ക് മകനെ കിട്ടില്ല, സഹോദരിമാർക്ക് പൊന്നാങ്ങളെ കിട്ടില്ല, ആ മക്കൾക്ക് അവരുടെ പിതാവിനെ കിട്ടില്ല. നമുക്ക് പകരം നൽകാൻ സാധ്യമല്ല. അവിടെ തേങ്ങലുകൾ അടങ്ങില്ല. ആ തേങ്ങലുകൾ ഒരിക്കലും അടങ്ങില്ല. അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി ജയിലടക്കപ്പെട്ട, ശിക്ഷിക്കപ്പെട്ട ആളുകൾ, കടൽ കൊലപാതകത്തിന്റെ ഭാഗമായി നമ്മൾ വായിച്ചില്ലേ, അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ ആദരപൂർവ്വം നാട്ടിലേക്ക് മടങ്ങുമ്പോ കൊല ചെയ്യപ്പെട്ട ആ ആണൊരുത്തന്റെ ഭാര്യ ദൈവം ശിക്ഷിക്കട്ടെ എന്ന് പ്രതികരിച്ചത് പത്രത്തിൽ വായിച്ചെങ്കിൽ ഈ ഭാഗം നമുക്ക് ഓർമ്മ വരും. ഓർമ്മ വരണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, വെറുതെ വായിച്ചു തള്ളാനല്ല. പടച്ചവൻ ശിക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു അങ്ങനെയാണ്. ഇവിടെ പൂർണ്ണമായ നീതി അത് ക്രമമായി നടന്നാൽ പോലും സ്ഥാപിതമാവില്ല എന്ന് മനുഷ്യനെ കൃത്യമായി പഠിപ്പിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, കൊടുക്കും, നാം നന്നായിട്ട് കൊടുക്കും, അവർ എന്റെ അടുക്കൽ ഹാജരാക്കപ്പെടട്ടെ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തമ്പുരാനെ കുറിച്ചൊരു പരിചയപ്പെടുത്തൽ അങ്ങനെയാണ്. കഠിനമായിട്ട് ശിക്ഷിക്കും. അവന്റെ കാരുണ്യത്തിന്റെ മുഖം ഏറെ എടുത്തു പറഞ്ഞ അതേ കരുണാവാരിധിയായ നാഥൻ കാരുണ്യത്തിന്റെ ഭാഗമായി ശിക്ഷയും കൊടുക്കുമെന്നാണ്. കാരണം കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ ശിക്ഷയും. മനുഷ്യനോടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിൽ തമ്പുരാന് വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് തമ്പുരാന്റെ ക്രമത്തിനും വിട്ടുവീഴ്ചയില്ല. തമ്പുരാന്റെ ക്രമത്തിൽ ഊന്നൽ നൽകുന്നവർക്കും വിട്ടുവീഴ്ച പാടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു അവകാശ ലംഘനത്തെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധം ഉള്ളിൽ വിരോധം, പ്രതിഷേധം നുരഞ്ഞു പൊങ്ങട്ടെ. കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയും, ഇല്ലെങ്കിൽ മുഷ്ടിയെങ്കിലും ചുരുട്ടടോ എന്നാണ് ഇസ്ലാമിലെ പ്രവാചകൻ പറഞ്ഞത്. മുഷ്ടിയെങ്കിലും ചുരുട്ട്. ആ അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടിയിട്ട് ഒരു പ്രകടനം നടത്താനെങ്കിലും നിനക്ക് സാധിക്കട്ടെ. നീ നാവ് കൊണ്ട് ഉറക്കെ വിളിച്ചു പറയും. അതിനും കഴിയാത്ത അടച്ചു മൂടപ്പെട്ട ഇരുമ്പ് മറക്കുള്ളിലാണ് നിന്റെ ഗതികേട് കൊണ്ട് നീ ആയിപ്പോയതെങ്കിൽ നിന്റെ മനസ്സിൽ ഈ വൃത്തികേടിനോടുള്ള അങ്ങേയറ്റത്തെ അടങ്ങാത്ത രോഷം നുര പൊങ്ങട്ടെ, അതങ്ങനെ പതഞ്ഞു പൊങ്ങട്ടെ. അത് തന്നെ നിന്റെ ഈമാനിൽ ദുർബലമായ അവസ്ഥയാണെന്ന്. ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ, ഒരു അവകാശ ലംഘനം നിങ്ങൾ കണ്ടാൽ, അതിനോട് നിങ്ങൾ ആ അവകാശ ലംഘനത്തെ, തിന്മയെ കൈ കൊണ്ട് തടയണം. അതിന് സാധ്യമല്ലെങ്കിൽ വബിലിസാനി, നാവ് കൊണ്ടെങ്കിലും രണ്ട് പ്രതിഷേധമെങ്കിലും പറയും. അതിനും സാധ്യമല്ലെങ്കിൽ വബി ഖൽബി, നിന്റെ ഹൃദയത്തിൽ ആ അവകാശ ലംഘനത്തോട് അടങ്ങാത്ത വിരോധം അങ്ങനെ പതഞ്ഞു പൊങ്ങട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് നിന്റെ ഈമാന്റെ ദുർബലാവസ്ഥയാണ് കാണിക്കുന്നത്. ഇത്ര ദുർബലമായി പോയോ നിന്റെ വിശ്വാസം എന്നാണ് പ്രവാചകന്റെ ചോദ്യം. അതുകൊണ്ട് അവകാശ ലംഘനങ്ങൾക്ക് നേരെ ഒരു മഹാപ്രവാചകനിലൂടെ ഭൂമുഖത്ത് അവതീർണമായ ഒരു വിശുദ്ധ വേദഗ്രന്ഥ വക്താക്കളെങ്കിലും
ഇത്തരം കടുത്ത അനീതിയോട് ഒരിക്കലും ഒട്ടി നിൽക്കരുത് എന്നും ആ അനീതിക്കെതിരെ നമ്മുടെ ഇടപെടൽ അടയാളപ്പെടുത്താൻ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനുഷ്യരെ അറിയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നും വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാഥൻ അവിടെ വെച്ച് കൊടുക്കും. ആര് ചെയ്തതിനും മതിയായത് ഇത്തിരിയാണെങ്കിൽ ഇത്തിരി, ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി. ഒരാൾ ഇത്തിരി ചെയ്താൽ അതിനുള്ളത് കൊടുക്കും, കൊടുക്കാതെ വിടില്ല. അവൻ നന്മ ചെയ്താൽ നന്മക്കുള്ളത് കാണും, അവൻ സമ്മാനിതനാകും. അവൻ അന്യായം ചെയ്താൽ ആ അന്യായത്തിന് കൃത്യമായ ശിക്ഷയും അള്ളാഹു നൽകുമെന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഇങ്ങനെ ജീവൻ ഹനിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനത്തിൽ ഏറ്റവും ഒന്നാമത്തേതും പ്രഥമവുമായി ഇസ്ലാം പഠിപ്പിച്ച ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളെ കുറിച്ച് ഇത്ര സവിസ്തരമായ പ്രതിപാദനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ഒരു ഖുതുബയുടെ പരിധിക്കകത്ത് ഒതുക്കാൻ കഴിയാത്തതാണ്. അത്രയും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെ ജീവിക്കാനുള്ള അവകാശം അത് നിലനിൽക്കണം, വകവെച്ചു കൊടുക്കണം. ജീവിക്കാനുള്ള അവകാശം നിലനിർത്തണം എന്നതിന്റെ ഭാഗമായി, ആ അവകാശം ലംഘിക്കപ്പെടാൻ പാടില്ലെന്നതിന്റെ ഭാഗമായി ഇസ്ലാം ഇത്ര കൂടി പഠിപ്പിച്ചു. ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഉപാധികളും വകവെച്ചു കൊടുക്കണം. ജീവിക്കണമെങ്കിൽ അതിനു വേണ്ട ഒരു ക്രമം ഉണ്ടാവണം. അതിന് പറ്റുന്ന അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണം നടക്കണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാവർക്കും സാധ്യമാവണം. അതിന് അവൻ അധിവസിക്കാൻ പറ്റുന്ന ഭൂമി, അവൻ അധിവസിക്കുന്ന ഭൂമിക, അത് അവന് നിലനിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ക്രമീകരിക്കപ്പെടണം. അത്രയും കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊരു വല്ലാത്ത വർത്തമാനമാണ്. പലപ്പോഴും മനുഷ്യാവകാശത്തിന്റെ ചർച്ചയിൽ വരാത്ത വർത്തമാനങ്ങളായിട്ട് വേണം മനസ്സിലാക്കാൻ. അള്ളാഹു ഊന്നി പറഞ്ഞ വശമാണിത്. ജീവിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുത്ത തമ്പുരാൻ ജീവിക്കാനുള്ള ചുറ്റുപാടും നിലനിർത്തണം എന്ന് പഠിപ്പിച്ചു. എങ്കിലേ ജീവിക്കാൻ കഴിയൂ, എങ്കിലേ മനുഷ്യന് വളരാൻ കഴിയൂ, എങ്കിലേ മനുഷ്യൻ തുടരാൻ കഴിയൂ. അതുകൊണ്ട് അടിസ്ഥാന ഉപാധികൾ എല്ലാവർക്കും ലഭ്യമാക്കണം. ജീവന്റെ അടിസ്ഥാന ഉപാധികളെയാണ് നാം പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, ഇതെല്ലാം അവകാശങ്ങളായിട്ട് ഭരണകൂടങ്ങളും വലിയ വലിയ അവകാശ പ്രഖ്യാപന പേജുകളും രേഖകളും ഒക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ സംഗതികളിൽ ഊന്നി തന്നെയാണ് ഇസ്ലാമിന്റെ വർത്തമാനം, അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ വർത്തമാനങ്ങൾ ഊന്നിയാണ് മറ്റു വർത്തമാനങ്ങൾ എന്ന് നമ്മൾ തിരുത്തി വായിക്കണം. എന്തായിരുന്നാലും ശരി, ഇത്തരം പ്രാഥമിക ആവശ്യങ്ങളുടെ നിർവഹണം എല്ലാവർക്കും സാധ്യമാകണം. അത് ആർക്കും തടയാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, എന്നെ നിഷേധിക്കുന്നവനും തടയരുത്, എന്നെ ധിക്കരിക്കുന്നവനും തടയരുത്. അവകാശത്തിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരു വലിയ പ്രവാചകനെയാണ് ഈ പാഠം ഖുർആൻ പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു നാഗരിക സാമൂഹ്യ ക്രമത്തെ കെട്ടിപ്പടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിൽ അവിടെ നിലകൊള്ളുന്ന ഈ അധിവസിക്കുന്ന മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പടച്ചവനെ ഇവിടെ ജീവിക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണം, ഫലമൂലാദികൾ നൽകണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപാധിയാണ് നിന്നിൽ വിശ്വസിക്കുന്നവർക്ക്, നിന്നിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക്, ഇവിടെ ജീവിക്കുന്ന നിന്നെ വിശ്വസിക്കുന്ന പരലോകത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നീ ഭക്ഷണം നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹ് തിരുത്തി. അല്ലാഹ് ശക്തമായി ഇടപെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തിരുത്തി. വമൻ കഫറ, നിഷേധിക്കും കൊടുക്കും. ഇബ്രാഹിം നിഷേധിക്കും കൊടുക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ജീവിക്കാനുള്ള അടിസ്ഥാന ഉപാധികൾ കൊടുക്കണം. എന്നെ ധിക്കരിക്കുന്നവരും ഞാൻ കൊടുക്കുമെന്നാണ്. മക്കയുടെ മണ്ണിൽ കഅബാലയത്തിന്റെ പരിസരത്ത് അന്ന് വിശ്വാസികളെ ഉള്ളൂ. ഒരു അവിശ്വാസിയും ഈ ഇബ്രാഹിം നബി അലൈഹി കാലഘട്ടത്തിൽ ഇല്ല അവിടെ എന്ന യാഥാർത്ഥ്യം നാം പഠിക്കണം. അവിശ്വാസികൾ ഉള്ളത് കൊണ്ട് അവരെ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയല്ല, ഒരു അവിശ്വാസിയും ആ പ്രദേശത്ത് ഇല്ലാത്ത കാലയളവിലാണ് തമ്പുരാൻ തിരുത്തിയിട്ട് പറഞ്ഞു വമൻ കഫറ, നിഷേധിക്കും കൊടുക്കും. കാരണം ജീവിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുത്ത തമ്പുരാൻ ജനിച്ച എല്ലാവർക്കും ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ നിയമമുണ്ടാക്കിയ തമ്പുരാനാണ്. അതുകൊണ്ട് നിഷേധിക്കും കൊടുക്കണം, എല്ലാവർക്കും കിട്ടണം. ഇവിടെ ജനിച്ച എല്ലാവർക്കും ജീവിക്കാൻ വേണ്ട ഉപാധികൾ ലഭ്യമാകണം. ആ വിധം വിഭവങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, നിങ്ങളുടെ സ്വത്തിൽ, നിങ്ങളുടെ ധനത്തിൽ ഈ പാവപ്പെട്ട ജീവിത ഉപാധികൾ നിഷേധിക്കപ്പെട്ടവർക്കും നിവൃത്തികേട് കൊണ്ട് ചോദിച്ചു വരുന്നവർക്കും അവകാശമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാ. വഫി അംവാലിഹിം, ആ പദാവലികളെ കൃത്യമായിട്ട് നിർണയിച്ച് പഠിക്കുക. വഫി അംവാലിഹിം, അവിടെ സ്വത്തിൽ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നു ഹഖ്, അവകാശം, കൊടുത്ത് വീട്ടേണ്ട അവകാശത്തിനാണ് ഹക്ക് എന്ന് പറയാ.
കൊടുത്ത് വീട്ടേണ്ട അവകാശമാണ്. ഹക്ക് ഇടപാടുകൾ വീട്ടാതിരുന്നാൽ മനുഷ്യൻ വിചാരണയിൽ പരാജയപ്പെടുന്ന പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അതേ പ്രയോഗം തന്നെയാണ് വഫി അംവാലിഹിം ഹഖ്ഖുൻ, അവരുടെ ധനത്തിൽ അല്ലാഹ് ഹക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കൊടുത്ത് വീട്ടേണ്ട നിർബന്ധ ഘടകമായി കൊണ്ട് അവകാശം സ്ഥാപിച്ചിട്ടുണ്ട്. എന്ത്? പണം, ധനം, വിഭവങ്ങൾ. ആർക്ക്? ലിസ്സാഇലി, ചോദിച്ചു വരുന്നവർക്ക്. ചോദിച്ചു വരേണ്ടി വന്നതാ. ഒരു ക്രമത്തെ നേരെ ചൊവ്വെ കൊണ്ടു നടത്താൻ നടത്തിപ്പുകാർക്ക് സാധിക്കാതെ വന്നപ്പോൾ അവർ ഉള്ളവന്റെ മാത്രം വളർച്ചയെ ലക്ഷ്യമാക്കി നയങ്ങളും ക്രമങ്ങളും ഉണ്ടാക്കിയപ്പോൾ വികസനം എന്നത് അവന്റെ മാത്രം താല്പര്യ പൂർത്തീകരണമാണെന്ന് അവർ ക്രമീകരിച്ചപ്പോൾ അരിക പറ്റി ജീവിക്കേണ്ടി വന്നവർ, ഓരം പറ്റി ജീവിക്കേണ്ടി വന്നവർ, തെരുവിലേക്ക് ചാളയിലേക്കും വലിച്ചെറിയപ്പെട്ടവർ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ, അവൻ നിവൃത്തികേട് കൊണ്ട് ചോദിക്കേണ്ടി വന്നതാ. കൃത്യമായിട്ട് വിഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു ക്രമം നടപ്പാക്കാൻ ഈ മേലധികാരികൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ അവസാനത്തെ പൗരന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുമാറ് വിഭവങ്ങൾ കയ്യിലെത്തുമായിരുന്നു. ആ പണി ചെയ്തില്ല. അതുകൊണ്ട് ഏത് വികസനത്തിന്റെ വർത്തമാനം ആര് എത്ര തന്നെ നാഥനെ ആണയിട്ട് പറഞ്ഞാലും തുടക്കം ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നാലും ശരി, പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്ത വികസനത്തിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നവൻ തമ്പുരാൻ മുമ്പിൽ പ്രതിയാണ്. വേദം അവന് നേരെ സംസാരിക്കും, വേദവക്താക്കൾ അവന് നേരെ സമരം നടത്തും. അത്തരം ഒരു ക്രമമാണ് ഇസ്ലാമിന്റെ ക്രമം. നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചതാ. പാവപ്പെട്ടവന്റെ കണ്ണിലെ കത്തുന്ന ദീനവിലാപം വായിച്ചെടുക്കാൻ കഴിയാത്തവൻ, ഹൃദയമില്ലാത്തവനാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കാരണം അവനും ജീവിക്കണം, അവനും അടിസ്ഥാനമായ ഉപാധികൾ ലഭ്യമാകണം. അതുകൊണ്ട് അല്ലാഹു ചോദിച്ചു വരുന്നവൻ ചോദിച്ചു വരേണ്ടി വന്നവനാ. അവൻ ചോദിച്ചു വരാൻ കാരണക്കാരൻ നിങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അവന് മതിയായത് കൊടുക്കണം. അടുത്ത പ്രയോഗം അതാണ്. മഹ്റൂം എന്ന് പറഞ്ഞാൽ ജീവിത അടിസ്ഥാന ഉപാധികൾ നിഷേധിക്കപ്പെട്ടവൻ എന്നാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാത്തവൻ, വയറ് നിറച്ച് അന്നം കഴിക്കാൻ സമയാസമയം സാധ്യമാവാത്തവൻ, കേറിക്കിടക്കാൻ ഒരു ഷെൽട്ടർ ഇല്ലാത്തവൻ, അടിസ്ഥാന ആവശ്യങ്ങളായി ഉപാധികളായി അവകാശത്തിന്റെ ഭാഗമായി എഴുതി വെച്ച് ഗീർവാണം മുഴക്കുന്നതിൽ പെട്ട രണ്ട് പ്രയോഗങ്ങൾ വേറെയുമുണ്ട്. വിദ്യാഭ്യാസവും ചികിത്സയും നിഷേധിക്കപ്പെട്ടവർ, അവരാണ് മഹ്റൂം. അവന് കൃത്യമായിട്ട് കൊടുക്കണം. കൊടുക്കാതിരുന്നാൽ നിങ്ങൾ കുറ്റവാളികളാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കാത്തത് കൊണ്ട് ഹക്ക് വീട്ടാത്ത പ്രതികളാണ് നിങ്ങൾ. ഹക്ക് വീട്ടാത്തത് കൊണ്ട് നിങ്ങളെ നാം കൈകാര്യം ചെയ്യുമെന്നാണ്. ഹക്ക് എന്ന പ്രയോഗത്തെ പഠിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത്രത്തോളം ശക്തമായി ഇടപെട്ട മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ജീവിത സാഹചര്യം ഇതുപോലെ തന്നെ ചേർത്ത് വെച്ചു ഇസ്ലാം. ജീവിക്കാനുള്ള സാഹചര്യം പരിസ്ഥിതി എന്നാ പറയാ. പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് എന്ന് അർത്ഥം പറയും. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമികയിൽ, നമുക്ക് ജീവിക്കുന്ന ഈ പ്രദേശത്ത് നിലനിൽക്കേണ്ടുന്ന അടിസ്ഥാനമായ എന്തൊക്കെയുണ്ടോ പരിസ്ഥിതിയുടെ ഭാഗമായി അതിനെ തകിടം മറിക്കാൻ പാടില്ല എന്നതും ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചു മതം. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഈ ഭൂമിയെ നാം നേരെ ചൊവ്വയാണ് ക്രമീകരിച്ചത്. ഇവിടുത്തെ കാടും മേടും പുല്ലും പുൽച്ചാടിയും വെള്ളവും ഒക്കെ ജീവിക്കാൻ വേണ്ടി ഉപാധികളാക്കി നിശ്ചയിച്ചതാ. അത് നിങ്ങൾക്കൊക്കെ ജീവിതം നിലനിർത്താൻ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയെ നാം നേരെ ചൊവ്വെ ക്രമീകരിച്ച ശേഷം വലാ തുഫ്സിദൂ, നിങ്ങൾ അതിനെ കുഴപ്പത്തിലാക്കരുത്, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പക്കാരെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കില്ല എന്നാണ്. എത്ര കൃത്യമായ വർത്തമാനമാണ്. പദാവലികളെ വെച്ചൊരു പഠനം മുസ്ലിം സമുദായത്തിൽ നിർബന്ധമാണ്. കുഴപ്പം, ഫസാദ്, ഫിത്ന എന്ന പട്ടികയിൽ ഖുർആൻ എന്തെല്ലാം എണ്ണിയോ അതിനെ ഭയപ്പെടാൻ കഴിയാത്തവൻ പരലോകബോധമില്ലാത്തവനാണ്. അവൻ നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് നാം പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പം ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ കുഴപ്പം ചെയ്താൽ നിങ്ങൾ അനുഭവിക്കും. ഇവിടെ മാത്രമല്ല, പരലോകത്തും. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അവിവേകം പ്രവർത്തിച്ചപ്പോ, ഈ ഭൂമിയുടെ താളാത്മകതയെ നിങ്ങൾ കീഴ്മേൽ മറിച്ചപ്പോൾ കടലിലും കരയിലും ആകാശത്തുമൊക്കെ ഒരുപോലെ അപകടങ്ങൾ പ്രകടമായി, ഫസാദുകൾ പ്രകടമായി. അത് സംഭവിച്ചു. അതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് സമയത്തും പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ വരാം. ലൈവായിട്ട് കിട്ടും. നിങ്ങൾ സൈലന്റ് ആക്കി വെച്ച മൊബൈലിൽ മെസ്സേജ് വീണ് കിടക്കുന്നുണ്ടാവും. ചിലപ്പോ ഈ നിമിഷം എവിടെയോ സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തത്തെ കുറിച്ച്. അങ്ങനെ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത ഭൂമികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിത സാഹചര്യത്തെയും കീഴ്മേൽ മറിക്കരുത്. ജീവിത സാഹചര്യം കീഴ്മേൽ മറിക്കുന്നവർ വലിയ കടുത്ത ധിക്കാരികളാണെന്നും അവരുടെ പ്രവൃത്തി വളരെ ആക്ഷേപാർഹമായ പ്രവൃത്തിയാണെന്നും യഥാർത്ഥത്തിൽ അവർ വികസനത്തിന്റെ വക്താക്കളല്ല, അവർ കുഴപ്പത്തിന്റെ വക്താക്കളാണെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം.
ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ഈ ജീവിത സാഹചര്യത്തെ കുഴപ്പത്തിലാക്കല്ല കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഖാലു, അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇതിനെ വികസിപ്പിക്കുകയാണ്, ഞങ്ങൾ വളർത്തുകയാണ്, ഞങ്ങൾ ഇസ്ലാഹ് സംസ്കരിക്കുകയാണ്. അങ്ങനെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ സംസ്കരണ പ്രക്രിയയിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കെ അതിനെ നിങ്ങൾ കുഴപ്പമെന്ന് വിളിക്കരുത് എന്നവർ പറയും. അങ്ങനെ അവർ തിരുത്തും, വേദത്തെ തിരുത്തും, വേദ വക്താക്കളെ തിരുത്തും. ഫസാദാണ് അവർ കാണിക്കുന്ന കാര്യം അവർ അറിയുന്നില്ല. അവർ ഫസാദ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരവർ. വീഴും വരെ അവനിങ്ങനെ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കും. വീണുമ്പോൾ തലകുത്തിയാണ് വീണതെങ്കിൽ ഒരു ശ്വാസം വലിക്കാൻ കഴിയാത്ത വിധം അവൻ ഈ പ്രകൃതിയുടെ തിരിച്ചടി കൊണ്ട് അങ്ങ് മുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. വൈദാ തവല്ലാ സആ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ, അങ്ങനെ ഭൂമിയിൽ അധികാരം വാഴുന്ന ആളുകൾ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് മനസ്സിലാക്കാതെ ജീവിക്കാനുള്ള അവകാശം, അടിസ്ഥാന വിഭവങ്ങൾ പങ്കുവെച്ച് കിട്ടാനുള്ള അവകാശം, ജീവിത സാഹചര്യത്തെ കീഴ്മേൽ മറിക്കാതിരിക്കാനുള്ള, അത് നിലനിർത്താനുള്ള അവകാശം, ഇതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ വൈദാ തവല്ലാ സആ ഫിൽ അർദ്, അവർ അധികാരം ഏറ്റെടുത്താൽ ഭൂമിയിൽ അവർ ചെയ്യാൻ പോകുന്ന പണി ഇതാണ്, അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ലിയുഫ്സിദ ഫീഹാ, അവർ ഈ ഭൂമിയെ കുഴപ്പത്തിലാക്കും. വയുഹ്ലികൽ ഹർസ്, അങ്ങനെ നിങ്ങളുടെ അടിസ്ഥാന ജീവിത ഉപാധികളെ നശിപ്പിക്കും. കൃഷി അവർ നശിപ്പിക്കും, കൈത്തൊഴിൽ അവർ നശിപ്പിക്കും, പാരമ്പര്യ തൊഴിൽ അവർ നശിപ്പിക്കും, കുലത്തൊഴിൽ അവർ നശിപ്പിക്കും, സാധാരണക്കാരുടെ ചില്ലറ വ്യാപാരം പോലും നശിച്ചേക്കും. അങ്ങനെ യുഹ്ലികൽ ഹർസ്, നിങ്ങളുടെ ജീവിത ഉപാധിയെ അവർ തകർക്കും. വന്നസ്ൽ, തലമുറകളെ നശിപ്പിക്കും. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ, മണ്ണും വെള്ളവും മലീമസമായപ്പോൾ തലമുറകൾ നശിച്ചു. ഒരു ഗർഭം ഇന്ന് പ്രസവിച്ച് പുറത്തു വരണമെങ്കിൽ എത്രമേൽ പ്രയാസപൂരിതമാണെന്നും ഒരു ഗർഭം പിടിച്ചു കിട്ടണമെങ്കിൽ എത്രമേൽ പ്രയാസമുണ്ടെന്നും പുതിയ കാലഘട്ടത്തിലെ അവസ്ഥയെ പഠിച്ചാൽ തലമുറകൾ നശിക്കുന്ന ദുരന്തം നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെയും കൂട്ടത്തോടെയുള്ള നാശം, കൂട്ടത്തോടെ നശീകരണം, അങ്ങനെ ഇറാഖിലും അഫ്ഗാനിലും വായിച്ചതുപോലെ ഫിലസ്തീനിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ പുതുതലമുറയെ നശിപ്പിക്കുന്ന ഈ വികസനത്തിന്റെയും വെട്ടിപ്പിടുത്തത്തിന്റെയും അധിനിവേശത്തിന്റെയും ശക്തിയിൽ മുന്നോട്ട് പോകുന്നവർ ക്രൗര്യത്തിന്റെ വക്താക്കളായി നിൽക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും. അല്ലാഹ് പറയാ, വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും. യുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഇത്തരം കുഴപ്പം സംഭവിക്കരുത്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹ് അധികം കാലം തുടരാൻ അനുവദിക്കില്ല. ഇഹലോകത്ത് വെച്ച് തന്നെ തിരിച്ചടി സംഭവിക്കും. തിരിച്ചടി അനുഭവിച്ചേ പറ്റൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. എന്നാൽ പരലോകത്തും വിടില്ല. ശക്തമായ പ്രതികാരം നാം ചെയ്യുമെന്ന് ഖുർആൻ വളരെ കൃത്യമായി ഫസാദിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്. വല്ലാഹു ദുൻതിഖാം, അള്ളാഹു പ്രതികാരവും ചെയ്യുന്നവനാണ്, അവൻ പ്രതികാരവും ചെയ്യുമെന്ന്. ഇത്രയും കടുത്ത ഭാഷാ പ്രയോഗങ്ങളിലൂടെ അടിസ്ഥാനപരമായ ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇങ്ങനെ നിർണയിച്ച് കൃത്യമായി വിലയിരുത്തി അവലോകനങ്ങളും ചർച്ചകളും ഉദാഹരണങ്ങളും സംഭവങ്ങളുമായി അതിലെ വിശദാംശങ്ങൾ ഹദീസിലുമായിട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കെ ഇത്തരം ഒരു വിഷയത്തിൽ എന്തേ നമ്മുടെ രക്തവും ഈമാനും തിളക്കാതെ പോകുന്നത് എന്ന് വിനയപുരസ്സരം പ്രവാചക ദിനത്തിന്റെ ആചരണത്തിന് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന സമുദായം തിരിച്ചറിയട്ടെ എന്ന് വിനയപുരസ്സരം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم
أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم